ഒരു കുറുവല മീനിലിരുന്ന നെയ്യ് ഉണ്ടോ, ഓറഞ്ച് കളർ നെയ്യ് ഒരു കുറുവല മീനിലിരുന്നതാണ്. വള്ളക്കാർ ഒരു കുറുവല മീൻ വാങ്ങിച്ച് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് 5 ഷെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറുവല മീൻ കണ്ട, നെയ്യ് കണ്ട, ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന മീനല്ല. നോക്കാം, ഷെയർ 5 ഷെയർ. വള്ളം പണിക്ക് പോയവർ കറിക്കെടുത്തതാണ്. ഒരു കുറുവല മീനും 2 തമ്പാൻ മീനും കേട്ടോ. 5 ഷെയർ വയ്ക്കുകയാണ് നമ്മുടെ ആൻറ്റി. ഈക്വൽ ഷെയറാണ് കേട്ടോ, ഈക്വലായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മുടെ കടപ്പുറങ്ങളിൽ നിന്ന് മീൻ വാങ്ങുന്ന, നമ്മുടെ വെടിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വലുതോ ചെറുതോ ഒന്നും നോക്കൂല കേട്ടോ. അവർ ഈ അയില മീനോ ചാള മീനോ അങ്ങനത്തെ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറുതോ വലുതൊന്നും നോക്കാതെ ഒരു സൈഡിൽ നിന്ന് വലിച്ചു വെച്ചിട്ട് എത്ര ഷെയറാണ് തറയിൽ തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 5 ഷെയറാണ് 5 ഷെയർ നീക്കി വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളിതുപോലെ മുറിക്കാൻ കൊടുക്കുന്ന മീനാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ആൻറ്റിമാരെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈക്വലായിട്ട് അവർ ഷെയർ ചെയ്ത് തരും കേട്ടോ, എല്ലാവർക്കും തുല്യമായിട്ട്. അപ്പോൾ ചെറുതൊന്നും വേണ്ട വലുതൊന്നും വേണ്ട. ഒരു പീസ് ഇച്ചിരി വലുതായത് കാരണം അതിനെ വീണ്ടും കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നിറയെ നെയ്യായിരുന്നു കേട്ടോ ഈ മീൻ. നെയ്യ് നമ്മുടെ ആൻറ്റി എടുക്കുമ്പോഴേ ഞാൻ കാണിച്ചു തരാമേ. പിന്നെ പീസെല്ലാം ഷെയർ കഴിഞ്ഞ് ഇതാ നെയ്യ് എടുക്കുന്ന നെയ്യ്, ഒരു കുറുവല മീനിലിരുന്ന നെയ്യാണ് ഇപ്പോൾ എടുത്ത് വെച്ചത്. തല പീസാണ് ഷെയർ ചെയ്യുന്നത്. ഇത് അറിയാത്തവരറിയത്ത്. നിങ്ങൾ അപ്പുറത്തേക്ക് അവിടെ തന്നെ നിൽക്കുക. നിങ്ങൾ ചമ്പാൻ നിൽക്കുക. ഇവരാണ് നമ്മുടെ വള്ളക്കാർ. എത്ര ഷെയർ പറഞ്ഞ കുറുവല മീനൊക്കെ? 5 ഷെയർ അല്ലേ? ഒരു കുറുവലയും 2 തമ്പാൻ മീനുമാണ്. മട്ടുപണിക്കുള്ള മീനാണോ? മട്ടുപണിക്കുള്ള മീനാണ് കേട്ടോ. നമ്മുടെ ചേട്ടന്മാരാണ്. ഇനി 2 പേരും കൂടെ ഉണ്ട് കേട്ടോ, ഇവരോടെ പണിക്ക് പോയൊരു. ഓക്കെ, എല്ലാവർക്കും ഒരു ബായ് പറയും ചേട്ടാ. ഇയാൾ പറഞ്ഞില്ല. ഓക്കെ, ശരി എന്നാ. നെയ്യാർക്ക് നെയ്യ് 5 ഷെയർ തന്നെ. ഓക്കെ, ഷെയർ കഴിഞ്ഞ് 5 ഷെയർ ഈക്വലായിട്ട് നമ്മുടെ ആൻറ്റി